السلام عليكم ورحمة الله وبركاته. وعليكم السلام. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. റഹമുറാഹിമായ അള്ളാഹു, ലോകത്തിന്റെ മുഴുവൻ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവനായ പടച്ചവൻ, നമ്മുടെ കാര്യങ്ങളൊക്കെ ഖൈറിലേക്ക് എത്തിക്കുമാറാവട്ടെ. ആമീൻ. എല്ലാവിധ ശർറുകളിൽ നിന്നും അള്ളാഹു നമ്മെ നമ്മോട് ബന്ധപ്പെട്ടവരൊക്കെ രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അള്ളാഹുവിന്റെ അമ്പിയാക്കളിൽ നിന്ന് വളരെ ആദരണീയരായ വ്യക്തിത്വങ്ങളെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പറ്റിയും പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ വിശദീകരിക്കപ്പെടുന്നത് വളരെ ഗൗരവതരമായ ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട്. ആ ദിവസത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ്. ആ ദിവസത്തിന്റെ പ്രത്യേകത പറഞ്ഞു. ഈ ലോകത്ത് പറഞ്ഞതൊന്നും കേൾക്കാത്ത, സത്യത്തിലേക്ക് കണ്ണുകൊടുക്കാത്ത വിഭാഗത്തിന് പരലോകത്തെത്തിയാൽ അവർക്ക് വല്ലാത്ത കേൾവിയായിരിക്കും, അതിശക്തമായ കാഴ്ചയായിരിക്കും, എന്തിനും അവർ സന്നദ്ധരായിരിക്കും. പക്ഷേ അതൊന്നും അന്ന് ഫലിക്കുകയില്ല എന്ന് പറഞ്ഞു. അതിന്റെ ബാക്കി പറയട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وأنذرهم يوم الحسرة إذ قضي الأمر وهم في غفلة وهم لا يؤمنون. وأنذرهم, നബിയെ തങ്ങൾ അവർക്ക് മുന്നറിയിപ്പ് നൽകണം. ഇൻസാർ എന്ന് പറഞ്ഞാൽ നേരത്തെ കൂട്ടി വിവരമറിയിക്കൽ, പേടിപ്പിച്ചറിയിക്കൽ, ഇങ്ങനെ രണ്ടർത്ഥമാണ്. വഅൻദിർഹും, നബിയെ തങ്ങൾ മക്കാനിവാസികളായ അവിശ്വാസികളോടും അതിനെ തുടർന്ന് ബാക്കിയുള്ളവരോടും നിങ്ങൾ മുന്നറിയിപ്പ് നൽകണം. യൗമൽ ഹസ്രത്തി, ഖേദപ്പാടിന്റെ ഒരു ദിവസമുണ്ട്. വളരെയേറെ ഖേദം തോന്നുന്ന, നഷ്ടപ്പെട്ടു പോയി എന്ന നഷ്ടബോധം വരുന്ന ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട്. ആ ദിവസത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകണം. ആ ദിവസത്തെക്കുറിച്ചാണ് തൊട്ടു മുമ്പ് പറഞ്ഞത്. ആ ദിവസത്തിൽ അവർ എന്തും കേൾക്കാൻ തയ്യാറാണ്, എന്തും നോക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഇത് ഖുളിയൽ കാര്യങ്ങളെ തീരുമാനിക്കപ്പെട്ടതായ സന്ദർഭത്തിൽ ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും അല്ലാഹുമ്മ ജഅൽനാ മിൻഹും, മറ്റൊരു വിഭാഗം നരകത്തിലേക്കും തീരുമാനിക്കപ്പെട്ട സമയമാണ്. മഅദല്ലാഹ്. ആ സമയത്ത് ഖേദം, വളരെ ഖേദമാകുന്നു. അവിശ്വാസികൾക്ക് പറയാനുള്ള എന്തിനാണ് ഖേദമെന്ന് പറഞ്ഞറിയിക്കേണ്ടതില്ല. കാരണം അവരെ വിളിക്കപ്പെട്ടത് നരകത്തിലേക്കാകുന്നു. പിന്നെ ഖേദം അറ്റമില്ലാത്ത ഖേദമാണ്. സത്യവിശ്വാസികൾക്കും ഖേദമുണ്ട്, പക്ഷെ ഇതേ ഖേദമല്ല. ഇത്രയുമല്ല, ഇനിയും ചെയ്യേണ്ടിയിരുന്നു. ഇഹലോക ജീവിതത്തിൽ കുറച്ച് സമയമെങ്കിലും നഷ്ടപ്പെട്ടു പോയല്ലോ എന്നൊരു ഖേദം അവർക്കും വരും. വഹും, എന്നാൽ അവരെല്ലാം ഫി ഗഫലത്തിൻ, ഇന്ന് അവരുടെ അവസ്ഥയുള്ളത് അവർ അശ്രദ്ധയിലാകുന്നു, ശ്രദ്ധിക്കേണ്ട കാര്യം ശ്രദ്ധിക്കാതെ പോകുന്നവരാകുന്നു. വഹും, അവർ ലാ യോമിനൂന, വിശ്വസിക്കേണ്ട കാര്യങ്ങൾ വിശ്വസിക്കാതെ നീങ്ങുന്നവരാകുന്നു. അപ്പോ ഇന്ന് അവിശ്വാസത്തിലും അശ്രദ്ധയിലുമായിട്ട് കഴിഞ്ഞുകൂടുന്ന വിഭാഗമാണ് അവർ. നാളെ പരലോകത്ത് കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്ന ഒരു സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ അതിശക്തമായ ഖേദം അനുഭവപ്പെടും. അതുകൊണ്ട് ആ ദിവസത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണം ഇന്ന് നടത്തണം. ഇന്നാ നരിസുൽ അർള വമൻ അലൈഹാ വഇലൈനാ യുർജഊൻ. ഇന്നാ, തീർച്ചയായും ഞാൻ, അല്ലാഹു പറയുന്നു, നഹ്നു, ഞാൻ തന്നെ, യാതൊരു സംശയം വേണ്ട, ഞാൻ മാത്രം, നരിസുൽ അർള, ഈ ഭൂമിയെ അനന്തരമെടുക്കും, വമൻ അലൈഹ, ഈ ഭൂമിയുടെ മേലുള്ള സർവരെയും. എല്ലാവരും നശിച്ചു, ഒന്നും ഇനി മരിക്കാൻ ബാക്കിയില്ല. എന്നിട്ട് ഇപ്പോൾ ജീവനുള്ളത് എനിക്ക് മാത്രം. അപ്പൊ ഞാനാണ് എല്ലാത്തിന്റെയും അവകാശി. എല്ലാം തീർന്നതിന് ശേഷം ഇവിടെ ഉണ്ടാകുന്നത് ഞാൻ മാത്രമാകുന്നു. ഇലൈന, എന്നിലേക്ക് തന്നെ യുർജഊന, അവരെ മുഴുവൻ മടക്കപ്പെടും. മരണാനന്തരമുള്ള ജീവിതം, അതാണ് യഥാർത്ഥ ജീവിതം. അതിനു വേണ്ടിയിട്ടുള്ള ജീവിതമാണ് ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭൗതിക ലോക ജീവിതം. പരലോകത്തിൽ ഇലൈന, എന്നിലേക്ക് തന്നെ യുർജഊന, അവരെ മുഴുവൻ മടക്കപ്പെടും. ആ ദിവസത്തിലാണ് മേൽ പറയപ്പെട്ട ഹസ്രത്ത്, ദുഃഖം, ഖേദമൊക്കെ അനുഭവപ്പെടുക. ഇതിനുള്ള വിശ്വാസത്തിന്, ഇതിൽ വിശ്വസിക്കണം എന്നതിന് ഇനി നിങ്ങൾക്ക് തെളിവ് വേണോ? തെളിവ് തന്നിരുത്തുന്നു. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹീമ ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. കഴിഞ്ഞകാല
ഇതിനെ നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള തെളിവ് നിരത്തുകയാണ്. ഒരിക്കലും ഒരു മുഅല്ലിമിനെ സമീപിക്കുകയോ ഏതെങ്കിലും ഒരു ചരിത്ര ഗ്രന്ഥം വായിക്കുകയോ ചെയ്തിട്ടില്ലാത്ത മുത്തുനബി 40 വയസ്സുവരെ ഇത്തരം കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല. അങ്ങനെയുള്ള റസൂലുള്ളാഹി കഴിഞ്ഞകാല അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ വള്ളിപ്പുള്ളി തെറ്റാതെ ഇങ്ങനെ വിശദീകരിക്കുന്നു. ഇവിടെയാണെങ്കിലോ മുൻകാല വേദങ്ങൾ ലഭിച്ച വിഭാഗങ്ങളുണ്ട്. അവര് ഈ ആള് പറയുന്നതിൽ വല്ല തെറ്റുമുണ്ടോ പിശകുമുണ്ടോ എന്ന് കാതോർക്കുന്നവരാണ്. ഒരു തെറ്റ് പോലും ഒരു കുറ്റം പോലും അവർക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത വിധത്തിൽ ചരിത്രങ്ങൾ ഇങ്ങനെ വിശദീകരിക്കുന്നുവെങ്കിൽ ഇത് തെളിവല്ലേ ഇയാൾ പറയുന്നത് സത്യമാണ്. ഇദ്ദേഹം കൊണ്ടുവന്ന ഖുർആൻ അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു, ഇലാഹിയാണ് എന്നതിന് അതാണ് ഈ പറയപ്പെടുന്നത്. വദ്കുർ കിതാബി, പരിശുദ്ധമായ ഖുർആനിലായിട്ട് നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇബ്രാഹിം നബിയെ പറ്റി, ഇബ്രാഹിം നബിയുടെ സംഭവങ്ങൾ പരിശുദ്ധമായ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട്, പറഞ്ഞു കൊടുക്കണം. ഇന്നഹു കാന, ഇബ്രാഹിം നബി ആയിരുന്നു സുദ്ദീഖൻ, വളരെയേറെ സത്യവാനായിരുന്നു. ഒരിക്കലും അസത്യത്തിന്റെ ഭാഗത്തേക്ക് ചായ്വുള്ളവരോ പ്രവർത്തനത്തിലോ വാക്കുകളിലോ സിദ്ഖിനെതിരായിട്ട് യാഥാർത്ഥ്യത്തിനെതിരായിട്ട് എന്തെങ്കിലും എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഒരിക്കലും ഉണ്ടാകില്ല. അത്ര സുദ്ദീഖായിരുന്നു, വാസ്തവക്കാരനായിരുന്നു. നബിയായിരുന്നു. നബിയാണെങ്കിൽ പിന്നെ സുദ്ദീഖാണെന്ന് പറയല്ല. എല്ലാ നബിമാരുടെയും സിഫത്താണ്, വിശേഷണമാണ് സുദ്ദീഖാകുക എന്നുള്ളത്. സുദുക്ക് എന്നുള്ളത് അവർക്ക് നിർബന്ധമായ വിശേഷണമാണ്. അള്ളാഹു അവരെ ജനങ്ങളെ നേർവഴിയിലേക്ക് നടത്താൻ വേണ്ടിയിട്ടാണ് പറഞ്ഞയച്ചത്. അപ്പൊ സുദുക്ക് എന്ന സിഫത്ത്, സത്യം പറയൽ എന്ന സിഫത്ത്, വിശേഷണം അവർക്ക് അനിവാര്യമാണ്, സിഫത്ത് നിർബന്ധമാകുന്നു. അങ്ങനെ ഗുണവിശേഷണം പറയപ്പെടാൻ പറ്റുന്ന ആളാകുന്നു ഇബ്രാഹിം നബി. ആ ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഏത് സന്ദർഭത്തിലുള്ള അനുഭവങ്ങളാണ് പറയേണ്ടത്? إذ قال لأبيه يا أبت لم تعبد ما لا يسمع ولا يبصر ولا يغني عنك شيئا. ഇത് കാല ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞതായ സന്ദർഭത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കൂ. ആരോട് പറഞ്ഞു? ലി അബീഹി, തന്റെ പിതാവിനോട് പറഞ്ഞു. പിതാവെന്ന പ്രയോഗത്തെ പറ്റി നാം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇത് പിതൃവ്യനാണ്. തന്നെ വളർത്തിയത് തന്റെ പിതൃവ്യനായതുകൊണ്ട് ആ പിതൃവ്യന് അബു എന്നുള്ള പ്രയോഗം നടത്തപ്പെടാറുണ്ട്. അതാണ് ഇത്. യഥാർത്ഥ പിതാവ് താറഹ് എന്ന ആളായിരുന്നു. ഇത് ആസറാണ്. ലി അബിഹി, തന്റെ പോറ്റുപിതാവിനോട് പറഞ്ഞു. യാ അബത്തി, എന്റെ പൊന്നു പിതാവേ, ലിമ തഅബുദു, എന്തിനാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നത്? മാലാ യസ്മഉ, കേൾക്കാൻ കഴിയാത്ത ഈ വസ്തുക്കൾക്ക്, വലാ യുബ്സിറു, കാണാൻ കഴിയാത്ത ഈ വസ്തുക്കൾക്ക് എന്ന് മാത്രമല്ല, നിങ്ങൾ എന്തെല്ലാമോ ആവശ്യങ്ങൾ ഇതിനോട് ചെന്നിട്ട് പറയുന്നുണ്ട്. പക്ഷേ വലാ യുഗ്നി, അത് ഐശ്വര്യമാക്കുകയില്ല, അൻക, നിങ്ങളെ തൊട്ട് ഷൈഅൻ, യാതൊരു കാര്യത്തെയും. നിങ്ങൾ ആവശ്യപ്പെടുന്നതൊന്നും കേൾക്കാനോ കാണാനോ അവകൾക്ക് കഴിവില്ല. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിറവേറ്റി തരാനോ അവർക്ക് യാതൊരുവിധ കഴിവുമില്ല. ഇങ്ങനെയുള്ള ഈ കരിങ്കൽ പ്രതിമകളോട്, മൺപ്രതിമകളോട് എന്തിന് നിങ്ങൾ ചെന്നിട്ട് ആവശ്യപ്പെടണം? എന്തിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യണം? പിതാവിനോട് വാത്സല്യപൂർവം ആ മകൻ പറഞ്ഞു. യാ അബത്തി എന്നുള്ള ഏറ്റവും സ്നേഹമുള്ള പ്രകടിപ്പിക്കുന്ന വാക്കുപയോഗിച്ചിട്ടാണ് 3 സ്ഥലത്തും. യാ അബത്തില് യാ അബത്തി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക് ഫത്തബിഅനി അഹ്ദിക സിറാത്തൻ സവിയ്യാ. യാ അബത്തി, എന്റെ പൊന്നു പിതാവേ, ഇന്നി, തീർച്ചയായും ഞാൻ, ഖദ് ജാഅനി, തീർച്ചയായും എനിക്ക് എത്തിയിരിക്കുന്നു, മിനൽ ഇൽമി, അറിവിൽ നിന്ന് എനിക്ക് എത്തിയിരിക്കുന്നു, മാ ലം യഅതിക, നിങ്ങൾക്ക് എത്താത്തത്, നിങ്ങൾക്ക് ലഭിക്കാത്ത ഇൽമ്, അറിവ് എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും സന്തോഷകരമായ അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതിന് നിങ്ങൾ വേണ്ടത് ഫത്തബിഅനി, എന്നോട് നിങ്ങൾ പിന്തുടരണം. അങ്ങനെ പിന്തുടർന്നാൽ ലഹദിക, നിങ്ങളെ ഞാൻ എത്തിച്ചുകൊള്ളാം, സിറാത്തൻ സവിയ്യൻ, ചൊവ്വായ മാർഗത്തിലേക്ക് എത്തിച്ചുകൊള്ളാം, പിഴക്കാത്ത വഴിയിലേക്ക് നിങ്ങളെ ഞാൻ ചേർത്തുകൊള്ളും. അതിന് നിങ്ങൾ വേണ്ടത്, നിങ്ങൾ എന്നോട് പിന്തുടരണം. അങ്ങനെ പിന്തുടരണം എന്ന് ഞാൻ പറയാൻ കാരണം, നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ എനിക്ക് അള്ളാഹുവിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അറിയിക്കും. അതനുസരിച്ച് നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ചൊവ്വായ മാർഗത്തിൽ എത്തിപ്പെടാൻ കഴിയും. ഒന്നുകൂടി പറയട്ടെ.
യാ അബതി ലാ തഅബുദിശ് ശൈത്വാന ഇന്നശ് ശൈത്വാന കാന ലിർറഹ്മാനി അസിയ്യാ. യാ അബതി, എന്റെ പിതാവേ, ലാ തഅബുദിശ് ശൈത്വാന, പിശാചിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. നിങ്ങളിപ്പോൾ ഈ പ്രതിമയുടെ മുന്നിൽ വന്നിട്ട് ഇബാദത്ത് ചെയ്യുന്നുവെങ്കിൽ അത് പിശാചിന്റെ ദുർബോധനങ്ങൾക്ക് വഴിപ്പെട്ടുകൊണ്ടാണ്. അപ്പോ ഇതിന് ചെയ്യുന്നത് പിശാചിനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പറയാനുള്ളത്, ലാ തഅബുദിശ് ശൈത്വാന, പിശാചിന് നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്. ഇന്ന ശൈത്വാന, തീർച്ചയായും ഈ ചെകുത്താൻ, കാന ലിർറഹ്മാനി, റഹ്മാനായ അള്ളാഹുവിന് അസിയൻ, വളരെയേറെ കുറ്റകൃത്യം ചെയ്യുന്നവനാകുന്നു. ലോകത്തുള്ള എല്ലാ തെറ്റും കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് അവനാണ്. അവൻ ചെയ്യുകയും ബാക്കിയുള്ളവരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നവനാണ് അവൻ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഈ പിശാചിന് വഴിപ്പെടാതെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഈ പാതയിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. എങ്കിൽ നിങ്ങൾക്ക് വളവും തിരിവുമില്ലാത്ത യഥാർത്ഥ മാർഗത്തിൽ എത്തിപ്പെടാൻ കഴിയും. യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബും മിനർ റഹ്മാനി ഫതകൂന ലിശ്ശൈത്വാനി വലിയ്യാ. യാ അബതി, എന്റെ പിതാവേ, ഇന്നി, തീർച്ചയായും ഞാൻ, അഖാഫു, ഞാൻ ഭയപ്പെടുന്നു, യമസ്സക, നിങ്ങളെ ബാധിക്കലിനെ, അദാബുൻ, കഠോരമായ ശിക്ഷ നിങ്ങളെ തൊടലിനെ, ബാധിക്കലിനെ ഞാൻ ഭയപ്പെടുന്നു. മിനർ റഹ്മാനി, റഹ്മാനായ അള്ളാഹുവിൽ നിന്നുള്ള റഹ്മാനായവനാണ് അവൻ. ഏറെ കാരുണ്യമുള്ളവനാണ്. ഈ ലോകത്ത് അവൻ എല്ലാവർക്കും എല്ലാത്തിനും കരുണ ചെയ്യുന്നവനാണ്. അവനെ ധിക്കരിക്കുന്നവനും അവനെ നിഷേധിക്കുന്നവനും എതിർക്കുന്നവനും ഒക്കെ കരുണ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള റഹ്മാൻ പരലോകത്ത് ശിക്ഷിക്കും. ആ ശിക്ഷ നിങ്ങളെ ബാധിക്കലിന് ഞാൻ ഭയപ്പെടുന്നു. അങ്ങനെ ശിക്ഷ നിങ്ങൾ കേൾക്കുമ്പോൾ ഫതകൂനു, നിങ്ങൾ ആയിത്തീരും, ലിശ്ശൈത്വാനി, നേരത്തെ വഴിപിഴപ്പിക്കുന്നവൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട പിശാചിന് നിങ്ങൾ വലിയ കൂട്ടുകാരനായിത്തീരും. അതുകൊണ്ട് നിങ്ങൾ പിശാചിന്റെ കൂട്ടുകാരനാകാതിരിക്കാൻ, റഹ്മാനായ അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്നുള്ള ശിക്ഷ നിങ്ങളെ തൊടാതിരിക്കാൻ നിങ്ങൾ ചെയ്യേണ്ടത്, ഞാൻ കാണിച്ചു തരുന്ന ഈ പാതയിലൂടെ, അതെനിക്ക് പ്രത്യേകമായിട്ട് അറിവ് നൽകപ്പെട്ട പാതയാണ്, അതിലൂടെ നിങ്ങൾ സഞ്ചരിക്കണം. എന്നാലേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റൂ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പോറ്റുപിതാവിനെ ഉപദേശിച്ച രംഗമുണ്ട്. ഇത് ഈ കിതാബിൽ മാത്രമല്ല ഉള്ളത്, മുൻകാലത്ത് നൽകപ്പെട്ട തൗറാത്തിലും ഇഞ്ചീലിലും ഒക്കെ ഈ സംഭവമുണ്ട്. ഈ പറയപ്പെടുന്ന കാര്യങ്ങളൊക്കെ അതിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് റസൂലുള്ള ഇവിടെ ഓതി കേൾപ്പിക്കുമ്പോൾ, റസൂലുള്ളയാണെങ്കിൽ നേരത്തെ ഇത്തരം കാര്യങ്ങളൊന്നും പഠനം നടത്തിയിട്ടില്ലെന്ന് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉറപ്പാണ്. ആരും അതിന്റെ എതിര് പറയുന്നില്ല. അങ്ങനെയുള്ള ആളിങ്ങനെ പറയുമ്പോൾ ഇത് വിശ്വസിക്കേണ്ടതാണ്. ഈ ഓതുന്നത് തന്റെ വകയല്ല, തനിക്ക് കിട്ടുന്നതാണ് എന്ന് ആർക്കാണ് തിരിയാത്തത്? അതുകൊണ്ട് ഈമാനിലേക്ക്, വിശ്വാസത്തിലേക്ക്, ഖുർആനിലേക്ക് ക്ഷണിക്കുന്ന തെളിവുകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ 2-3 സ്നേഹവാക്കുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് യാ അബത്തി, യാ അബത്തി, ഏറ്റവും സ്നേഹത്തിന്റെ പ്രകടന വാക്കുകളാണ്. അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ പിതാവിനെ സമീപിക്കുകയും ഈ കാര്യങ്ങളൊക്കെ ഉണർത്തുകയും ചെയ്തപ്പോൾ ആ പിതാവിന്റെ ഭാഗത്തു നിന്നുള്ള ഉത്തരം നിങ്ങൾക്ക് കേൾക്കണോ? قال أراغب أنت عن آلهتي يا إبراهيم لئن لم تنته لأرجمنك واهجرني مليا. قال, ആ പിതാവ് പറഞ്ഞു, ആസർ എന്ന പോറ്റുപിതാവ് പറഞ്ഞു, അറാഗിബുൻ അൻത അൻ ആലിഹത്തി, നീ എന്റെ ഈ ആരാധ്യ വസ്തുക്കളിൽ താല്പര്യമില്ലാത്തവനാണോ? ആലിഹത്ത് എന്നാൽ ഞാൻ ആർക്കാണോ ഇബാദത്ത് ചെയ്യുന്നത്, അത് നേരത്തെ പറഞ്ഞ കരിങ്കല്ലിന്റെ പ്രതിമകളാണ്. അങ്ങനെയുള്ള പ്രതിമകളാണ്. അവകളെ തൊട്ട് നീ ആഗ്രഹിക്കുന്നു, അവകളെയും വിട്ട് ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ താല്പര്യമില്ല എന്നർത്ഥം. അറബി ഭാഷയിൽ റഗബ ഫീഹി എന്നും റഗബ അൻഹു എന്നും പ്രയോഗമുണ്ട്. റഗബ ഫീഹി എന്ന് പറഞ്ഞാൽ അതിൽ താല്പര്യമുണ്ട് എന്നും, റഗബ അൻഹു എന്നാൽ അതിൽ താല്പര്യമില്ല, അതിനെയും വിട്ടാണ് താല്പര്യം എന്നർത്ഥം. അപ്പൊ എന്റെ ഈ ആരാധ്യ വസ്തുക്കളെയും വിട്ടു നീ ആഗ്രഹിക്കുന്നു, എന്റെ ആരാധ്യ വസ്തുക്കളിൽ നിനക്ക് താല്പര്യമില്ല അല്ലേ? യാ ഇബ്രാഹിമോ, ഇബ്രാഹിമേ. അതുകൊണ്ട് ലൈലൻ തന്തഹി, നീ വിരമിച്ചില്ല എങ്കിൽ,
നീ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കാര്യങ്ങളെ തൊട്ട്, നീ എന്നെ വളക്കാൻ നോക്കുന്ന ഈ മാർഗമുണ്ടല്ലോ, അതിൽ നിന്ന് നീ വിരമിച്ചില്ലെങ്കിൽ അർജുമന്നക്ക, തീർച്ചയായും ഞാൻ നിന്നെ കല്ലെറിയും. ഞാൻ നിന്റെ പ്രത്യക്ഷ ശത്രുവായി മാറും. നിന്നെ കണ്ടിടത്തുനിന്നൊക്കെ പട്ടിയാട്ടുന്നത് പോലെ എറിഞ്ഞ് നിന്നെ ഞാൻ ആട്ടി അകറ്റും. വഹുജുർണി മലിയ, കുറച്ചു കാലം എന്റെ മുന്നിൽ നിന്നെ കണ്ടുപോകരുത്. വഹുജുർണി, എന്നെ നീ ഒഴിവാക്കൂ. മലിയൻ, ഒരു ദീർഘമായ നാൾ, കുറെ നാൾ നീ എന്നെ നിന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത് എന്ന് പിതാവ് ആ മകനെ കൈയൊഴിച്ചുകൊണ്ട് ഇനി ഒരിക്കലും ഇത്തരത്തിലുള്ള തത്വശാസ്ത്രവുമായിട്ട് ഇങ്ങോട്ട് കടന്നു വരരുത് എന്ന് പ്രകടിപ്പിച്ചുകൊണ്ട് പിണ്ടം വെച്ച് വാതിലടച്ചു. ഖാല സലാമുൻ അലൈക സഅസ്തഗ്ഫിറു ലക റബ്ബി ഇന്നഹു കാന ബി ഹഫിയ. ഖാല, ഇന്നേരം ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ എന്നെ എങ്ങനെ ആട്ടിയാലും, ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടില്ലെങ്കിലും, എന്നെ ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ പറഞ്ഞാലും, കല്ലെറിയുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചാലും എനിക്ക് പറയാനുള്ളതാണ്, സലാമുൻ അലൈക, നിങ്ങളുടെ മേൽ രക്ഷയുണ്ടാവട്ടെ, നിങ്ങൾക്ക് അനർത്ഥങ്ങളൊന്നും വന്നു ഭവിക്കാതിരിക്കട്ടെ. സഅസ്തഗ്ഫിറു ലക റബ്ബി, എന്റെ നാഥനോട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പൊറുക്കല്ലത്തോടും. നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൊറുക്കല്ലത്തോടും എന്ന് പറഞ്ഞാൽ പൊറുക്കപ്പെടാൻ അർഹനാക്കണം നിങ്ങളെ, എന്നിട്ട് നിങ്ങളുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരണം എന്ന് അല്ലാഹുവോട്. അപ്പൊ നിങ്ങൾക്ക് ഈമാൻ തരാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ഹിദായത്ത് നൽകാൻ വേണ്ടിയിട്ട് ഞാൻ അല്ലാഹുവോട് ആവശ്യപ്പെടുകയും നിങ്ങളിൽ നിന്ന് സംഭവിക്കുന്ന ഈ തെറ്റുകുറ്റങ്ങൾ പുറത്തു തരാൻ വേണ്ടിയിട്ട് വീണ്ടും ദുആ ചെയ്യുകയും ചെയ്യും. അതാണ് അസ്തഗ്ഫിറു ലക റബ്ബി. ഇന്നഹു, തീർച്ചയായും അല്ലാഹു തആല കാന ബി, എന്നോട് അവൻ ആയിരിക്കുന്നു, ഹഫിയൻ, വളരെയേറെ വാത്സല്യമുള്ളവനായിരിക്കുന്നു, സ്നേഹമുള്ളവനായിരിക്കുന്നു. അതുകൊണ്ട് എന്റെ പിതാവിന്റെ കാര്യത്തിൽ ഞാൻ ഈ അപേക്ഷിക്കുന്ന അപേക്ഷ, ഞാൻ ഈ സമർപ്പിക്കുന്ന ഈ സമർപ്പണം, അതൊരിക്കലും അവൻ തട്ടിക്കളയുകയില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൊറുക്കലിനെ തേടുകയും നിങ്ങളുടെ കാര്യത്തിൽ മനസ്സിരുത്തുകയുമാണ് ചെയ്യുക. നിങ്ങളെ എന്നെ ആട്ടിയോടിച്ചാലും കല്ലെടുത്തെറിഞ്ഞാലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ദഹിക്കാതിരുന്നിട്ട് എന്നെ നിങ്ങൾ തിരസ്കരിക്കുകയാണെങ്കിലും ഞാൻ സ്വീകരിക്കുന്ന നിലപാട് ഇതാകുന്നു. വഅതസിലുകും വമാ തദ്ഊന മിൻ ദൂനില്ലാഹ് വഅദ്ഉ റബ്ബി അസാ അല്ലാ അകൂന ബിദുആഇ റബ്ബി ശഖിയ്യ. വഅതസിലുകും, നിങ്ങളെ ഞാൻ വെടിയുന്നു, ഞാൻ നിങ്ങളെ ഒഴിവാക്കി പോകാം. വമാ തദ്ഊന, നിങ്ങൾ ആരാധിക്കുന്ന വസ്തുക്കളെയും മിൻ ദൂനില്ലാഹി, അല്ലാഹുവെ കൂടാതെ, അല്ലാഹുവിന് മാത്രമേ യഥാർത്ഥത്തിൽ ഇബാദത്തിന് അർഹതയുള്ളൂ. നിങ്ങളാണെങ്കിലോ ചെയ്യുന്നത് അല്ലാഹുവിനല്ല, അവനെ ഒഴിവാക്കിയിട്ട് മറ്റു ചിലതിനാണ്. അതുകൊണ്ട് നിങ്ങളെയും നിങ്ങളുടെ ആശയത്തെയും നിങ്ങളുടെ ഈ ആരാധ്യ വസ്തുക്കളെയും ഞാൻ ഒഴിവാക്കുന്നു. വഅദ്ഉ, ഞാൻ വിളിക്കുന്നു. റബ്ബി, എന്റെ റബ്ബിനെ ഞാൻ വിളിക്കുന്നു. എന്റെ റബ്ബിനോട് എനിക്ക് ദുആ ചെയ്യാനുണ്ട്. അസ അല്ല അക്കൂന, ഞാൻ ആകാതിരിക്കും, ബി ദുആഇ റബ്ബി, എന്റെ റബ്ബിനെ വിളിക്കൽ കൊണ്ട് ശഖിയൻ, ഒരിക്കലും പരാജയപ്പെടാത്തവരായിരിക്കും. ഞാന് അള്ളാഹുവിനെ വിളിക്കുന്നു, അള്ളാഹുവോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ കാര്യത്തിലും അല്ലാത്ത കാര്യത്തിലൊക്കെ അവനെ വിളിച്ചാൽ എനിക്ക് യാതൊരു പരാജയം ഉണ്ടാവുകയില്ല. എന്റെ റബ്ബിനെ ഞാൻ വിളിക്കുന്നത് കൊണ്ട് ഞാൻ ആകാതിരിക്കാനാണ് സാധ്യത, ശഖിയൻ, പരാജയപ്പെട്ടവനാകാതിരിക്കാനാണ് സാധ്യത. അതുകൊണ്ട് ഞാൻ തൽക്കാലം നിങ്ങൾ ഒഴിവാക്കുന്നു. ഇപ്പോൾ ഇബ്രാഹിം നബി തന്റെ കുടുംബത്തിൽ നിന്ന് വേർപിരിഞ്ഞു. ഒരാളെ സംബന്ധിച്ചിടത്തോളം തന്റെ വീടും കുടുംബം, തന്റെ നാടൊക്കെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് അവസാനത്തെ കാര്യമാണത്. മാനസികമായിട്ട് വളരെയേറെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ജനിച്ച നാടും വീടും ഉറ്റവരും ഉടയവരൊക്കെ വിട്ടുനിൽക്കുക, അവരുമായിട്ട് വിട പറയേണ്ടി വരിക എന്നുള്ളത്, അതും സംഭവിച്ചു. എന്നാൽ അള്ളാഹു അതിന് പകരമായിട്ട് നൽകിയത് കനപ്പെട്ട പ്രതിഫലമായിരുന്നു. അതെന്താണത്? فلما اعتزلهم وما يعبدون من دون الله وهبنا له إسحاق ويعقوب وكلا جعلنا نبيا. فلما اعتزلهم, അവരെയും വമാ യഅബുദൂന മിൻ ദൂനില്ലാഹി, അല്ലാഹുവെ കൂടാതെ അവർ എന്തിനെല്ലാമാണോ ഇബാദത്ത് ചെയ്തിരുന്നത് അവകളെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒഴിവാക്കിയപ്പോൾ അതിന്റെ ഫലമായിട്ട് വഹബ്നാ ലഹു, നാം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഹിബത്തായിട്ട്, ദാനമായിട്ട് നൽകി ഇസ്ഹാഖ് എന്ന മകനെ നൽകി.
കനപ്പെട്ട അനുഗ്രഹമായിരുന്നു. തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, തന്നോടെല്ലാം കൊണ്ട് യോജിക്കുന്ന മകൻ ഇസ്ഹാഖ് അലൈഹിസ്സലാമിനെ നൽകി. യാക്കൂബ, ഇസ്ഹാഖ് നബിയുടെ മകനാകുന്ന യാക്കൂബ് നബിയെയും നൽകി. തന്റെ പരമ്പരയൊക്കെ ഉന്നതരാണ്, മഹോന്നതരാണ് എന്ന് മാത്രമല്ല, കുലൻ, അവരെയെല്ലാം ജാൽന, ഞാൻ ആക്കിയിരിക്കുന്നു, നബിയൻ, നബിയാക്കിയിരിക്കുന്നു. ഇതിനേക്കാൾ ബഹുമതി ഇനി എന്താണ് ലഭിക്കാനുള്ളത്? തന്റെ ഈ ദുഷിച്ച കുടുംബത്തെ ഒഴിവാക്കിയപ്പോൾ അള്ളാഹു ഏറ്റവും മേത്തരമായ സന്തതികളെ നൽകി. ഇസ്ഹാഖ് നബിയെയും യാക്കൂബ് നബിയെയും നൽകി, ഹിബത്തായിട്ട് നൽകി, ദാനമായിട്ട് നൽകി. മാത്രമല്ല, وَوَهَبْنَا لَهُم مِّن رَّحْمَتِنَا وَجَعَلْنَا لَهُمْ لِسَانَ صِدْقٍ عَلِيًّا. وَوَهَبْنَا لَهُم, ഈ പറയപ്പെട്ട മൂവർക്കും, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒന്ന്, ഇസ്ഹാഖ് നബി മകൻ, അവരുടെ മകനായ ഇബ്രാഹിം നബിയുടെ പേരമകനായ യാക്കൂബ് നബി, ഇവർക്കെല്ലാം നാം നൽകി മിർ റഹ്മത്തിന, നമ്മുടെ കാരുണ്യത്തെ നൽകി. അവരെ നബിമാരാക്കി, അവരെ വളരെ ആദരിക്കപ്പെടുന്നവരാക്കി. നല്ലവരൊക്കെ അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട്, അവരെ ഇമാമാക്കിക്കൊണ്ട് അവരുടെ പാത സഞ്ചരിക്കുന്നു. ഇങ്ങനെയുള്ള അത്യുത്തമരാക്കി. ഇത് അള്ളാഹുവിന്റെ കാരുണ്യമല്ലേ? കാരുണ്യമാണ്. വജഅൽനാലഹും, അവർക്ക് നാം ആക്കി, ലിസാന സുദുഖിൻ, ഗുണം പറയുന്ന നാക്കുകളെയാക്കി, അലിയൻ, ഉന്നതമായ സ്ഥിതിയിൽ. എന്താ? ലോകത്തിന്റെ അവസാനം വരെയുള്ള നല്ലവരൊക്കെ ഇവരെക്കുറിച്ച് നന്മ മാത്രമേ പറയുന്നുള്ളൂ. ഇങ്ങനെയുള്ള നന്മയുടെ നാവുകളെ അവർക്ക് ആക്കിയിരിക്കുന്നു. അലിയൻ, ഉന്നതമായ സ്ഥിതിയിൽ. ഉന്നതന്മാരുടെ പട്ടികയിലാണ് അവരെ കാണാൻ കഴിയുക. ഉന്നതന്മാരെ പറയുന്നിടത്താണ് അവരെ കേൾക്കപ്പെടുക. ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ഈ പറയപ്പെട്ടവർക്കെല്ലാം നാം നൽകാൻ കാരണം, അള്ളാഹുവിന്റെ മാർഗത്തിലായിട്ട് തനിക്ക് ലഭിച്ചിരുന്ന മറ്റെല്ലാത്തിനെയും ഒഴിവാക്കി ഇതിന് ഒന്നാം സ്ഥാനം നൽകി എന്നതായിരുന്നു. അംബിയ പ്രമുഖരിൽ പലരെ കുറിച്ചും ഇപ്പോൾ നാം പറഞ്ഞു. സക്കരിയ നബി അലൈഹിസ്സലാമിനെ പറ്റി പറഞ്ഞു, യഹ്യ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറഞ്ഞു, അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇസ്ഹാഖ് നബി അലൈഹിസ്സലാം, യാക്കൂബ് നബി. പിന്നെ ഇങ്ങനെയുള്ള അംബിയാക്കളെ പലരെ പറ്റിയും പറഞ്ഞു. ആ കൂട്ടത്തിൽ മൂസാ നബി അലൈഹിസ്സലാമിനെയും പറയാം. വദ്കുർ ഫിൽ കിതാബി മൂസാ ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ. വദ്കുർ, നബിയെ തങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഫിൽ കിതാബി, പരിശുദ്ധമായ ഖുർആനിൽ നിന്ന് എടുത്ത് വായിച്ചു കൊടുക്കണം. മൂസാ നബിയെ പറ്റി. ജൂതന്മാര് അവരുടെ ആളാണെന്ന് പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ അവരുടെ ആളല്ല. അവരും മൂസാ നബിയും തമ്മിൽ ആദർശപരമായിട്ട് ഒരുപാട് മാറ്റമുണ്ട്. മൂസാ നബിയെ പൊക്കിപ്പിടിക്കുന്നവരാണ് അവർ. ആ മൂസാ നബിയെ കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് ആ പറയുന്നതിൽ വല്ല തെറ്റുമുണ്ടോ എന്ന് അവർ പറയട്ടെ. ഞാൻ ഈ പറയുന്നതിൽ മൂസാ നബിയെ കുറിച്ച് ഏതെങ്കിലും വിധത്തിലുള്ള കളവുണ്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഇതിലേക്ക് കടന്നു വരാൻ തടസ്സമുള്ളത്? ഇന്നഹു കാന, തീർച്ചയായും മൂസാ നബി, മുഖലസൻ, നിഷ്കളങ്കനായിരുന്നു, നിഷ്കപടനായിരുന്നു, നിഷ്കാമ കർമ്മിയായിരുന്നു. വകാന, മൂസാ നബി ആയിരുന്നു, റസൂലൻ, നബിയ, നബിയുമായിരുന്നു, റസൂലുമായിരുന്നു. അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് അയക്കപ്പെട്ട നബിയാണെന്ന് മാത്രമല്ല, റസൂലാകുന്നു, ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രമുഖനല്ലേ. ഇങ്ങനെയുള്ള മൂസാ നബി അലൈഹിസ്സലാമിനെ കുറിച്ചും പറഞ്ഞു കൊടുക്കണം. എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? ഈ പറയുന്നത് കഴിഞ്ഞ കാലത്ത് ഇവിടെ വന്നുപോയ അമ്പിയാക്കളുടെ ചരിത്രങ്ങൾ ഒന്നും പഠിക്കാത്ത, ഇതുവരെ അത്തരം ഒരു മുഅല്ലിമിനെ പോലും സമീപിക്കാത്ത ഈ ആള് വന്നിട്ട് ആയിരക്കണക്കിന് കൊല്ലങ്ങൾക്ക് മുമ്പ്, അതായത് നൂഹ് നബി അലൈഹിസ്സലാമിന്റെയും ആദം നബി അലൈഹിസ്സലാമിന്റെയും ഇടയിൽ 2000 കൊല്ലത്തെ അകൽച്ചയുണ്ട്. ആ ആദം നബിയെ പറ്റി പറയുന്നു, നൂഹ് നബിയെ പറ്റി പറയുന്നു. നൂഹ് നബിയുടെയും ഇദ്രീസ് നബിയുടെയും ഇടയിൽ 1000 കൊല്ലത്തെ പഴക്കമുണ്ട്, വ്യത്യാസമുണ്ട്. ആ ഇദ്രീസ് നബിയെ പറ്റിയും പറയുന്നു. അതിനുശേഷം വന്ന സക്കരിയ നബിയെ പറ്റിയും അവരുടെ രാത്രി പാതിര സമയത്തുള്ള പ്രാർത്ഥനയെ കുറിച്ചൊക്കെ പറയുന്നു. അങ്ങനെ യഹ്യ നബി അലൈഹിസ്സലാമിനെ അള്ളാഹു ദാനമായിട്ട് കൊടുത്ത സംഭവം പറയുന്നു. ആ കൂട്ടത്തിൽ ആ കുടുംബത്തിലെ സ്വാലിഹത്തായ സ്ത്രീ മറിയം ബീവിയെ പറ്റി അള്ളാഹു റസൂലുള്ള മുഖേന ഇങ്ങനെ പറയുന്നു. ആ മറിയം ബീവിയുടെ അത്ഭുതകരമായ നിലക്ക്
മൂസാ നബി അലൈഹി ഇസ്ലാമിന് ഗർഭം നൽകിയതും അവരെ പ്രസവിച്ചതും ഒക്കെ പറയുന്നു. ഇതിൽ ഇവിടുത്തെ കിതാബിന്റെ ആളുകൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു കുറ്റമോ കുറവോ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നില്ല. ഇത് യാഥാർത്ഥ്യമാണെന്നതിന് ഇനി എന്ത് തെളിവാണ് വേണ്ടത്? നിങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാൻ എന്ത് തടസ്സമാണ്, എന്ത് കാരണമാണുള്ളത്? നിങ്ങൾക്ക് വിശ്വസിക്കാനുള്ള കാരണമല്ലേ ഉള്ളൂ. ഇതാണ് പരിശുദ്ധമായ ഖുർആൻ ഈ ചരിത്രങ്ങൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അർഹമുർ-റാഹിമായ അള്ളാഹു അവന്റെ ദീനിനെ കുറിച്ച് മനസ്സിലാക്കാനും അവന്റെ ഖുർആനിലേക്ക് കൂടുതൽ അടുത്ത് അതിന്റെ ഉത്തമരായ അനുയായികളാകാനും നമുക്ക് അവൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ റബ്ബൽ ആലമീൻ.